السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് സുന്നി ക്ലാസ് ജുമാനാൽ വെള്ളിയാഴ്ച എന്നുള്ളത് വാറത്തുകളിൽ ഒരു നാല് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളുകളെ കൂട്ടത്തിൽ ശ്രേഷ്ഠമാക്കിയ ഒരു നാളായിട്ട് വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച നാളുടെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കുവാനായി ഒരു സംഭവം നാണ് ഇവിടെ ഇപ്പോൾ വിവരിക്കുക. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ചാനൽ പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിച്ചു കൊടുക്കുക. മഹാനായ മൈസറത്ത് ബിൻ ജലീസ് എന്നാൾ, അയാൾ ഈ ഒരു തൂമാച്ചൊല്ലിന്റെ റായത്തില് ആ കബർ പ്രദേശത്തിലൂടെ കബറുടെ ആ കബറിസ്ഥാന്റെ ബായിലഞ്ഞ് പോകുമ്പോൾ അയാളെ കണ്ണു കാണില്ല. അപ്പൊ അയാളെ കൈ പിടിച്ചിട്ട് ഒരാൾ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അഞ്ഞപ്പോണ്ട് പോകുമ്പോഴത്തേക്ക് അയാൾ എന്താക്കിട്ട് സലാം ചൊല്ലും, അസ്സലാമു അലൈക്കും അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫ് വനഹ്നു ലക്കും തബഅ വറഹിമനല്ലാഹു വഇയ്യാകും വഗഫറ ലനാ വലക്കും. അയാൾ ചെന്ന് ഖബറാളികൾക്ക് വിളിച്ച് സലാം ചെന്ന് അൻതും ലനാ സലഫ്, നിങ്ങൾ ഞങ്ങൾക്ക് മുന്നൽ പോയ മാർഗദർശി, വനഹ്നു ലക്കും തബഅ, നിങ്ങളൊട്ടും ഞങ്ങൾ പിന്നിൽ വണ്ടണം, വറഹിമനല്ലാഹു വഇയ്യാകും, അല്ലാഹു നിങ്ങൾക്കും ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, വഗഫറ ലനാ വലക്കും, നിങ്ങൾക്കും ഞങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരട്ടെ. ഇങ്ങനെ സലാം വിളിച്ചിട്ട് ഞങ്ങൾക്ക് ദുആ നടന്നപ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കബറാളികളിൽപ്പെട്ട ഒരാളെ അല്ലാഹു റൂഹുടെ അല്ലാഹു മടക്കി കൊടുത്തു. എന്നിട്ട് അയാൾ അതായത് അത് ആ കബറിൽപ്പെട്ട ഒരു വ്യക്തി ചൊല്ലി, തൂബാ ലക്കും അഹ്ല ദുനിയാ, ഓ ദുനിയാവുടെ ആൾക്കാരെ, ഹയാത്തുള്ള നിങ്ങൾക്ക് സന്തോഷം. എന്തേ ഈന തഹുജ്ജൂന ഫിശ്ശഹരി അർബഅ മർറാത്ത്, നിങ്ങൾക്ക് 4 വട്ടം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാം. അപ്പൊ ഇയാൾ എത്ര വൈല അയിന യർഹമുക്കല്ലാഹ്, നിങ്ങൾക്ക് 4 വട്ടം ഇവിടെ ഹജ്ജ് ചെയ്യും. കാലം ഇദൽ ജുമുഅ, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകണ്ടല്ലേ. അപ്പമാ തഅലമൂന അന്ന ഹജ്ജത്തും മബ്റൂറത്തും മുതഖബ്ബല, വെള്ളിയാഴ്ച ചൊല്ലത് അത് ഹജ്ജായിട്ടിക്കത്. അത് ജുമാഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാകിൻ, എല്ലാ വെള്ളിയാഴ്ചനും മദ്ദിനും ബാലെടുത്തിട്ട് ചൊല്ലല്ലേ. ജുമാ എന്നുള്ളത് ഹജ്ജുൽ ഫുഖറായി വൽ മസാകിൻ, മിസ്കീന്മാരെ പാവപ്പെട്ട ആൾക്കാരെ ഹജ്ജ് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഹജ്ജിക്ക് നേരത്തെ ഞങ്ങ എന്താക്കട, ഹജ്ജിലെ വർഷത്തിലുള്ള വലിയ ഹജ്ജുണ്ട്, മക്കത്തിൽ പോയി ചെയ്ത ഹജ്ജ്. അത് ഞങ്ങൾക്ക് ഹജ്ജ് തുടങ്ങിയിട്ട് പാതിയാവുമ്പോ എത്തിയമയ്യാവില്ല. ആ ഹജ്ജിന്റെ ടൈം എത്രയോ നാൾ മുന്നേ തന്നെ റെഡി ആയിട്ട് അവിടെ എത്ര ആ അറഫാൻ ചൊല്ലിയ ഭൂമികത്താണ് ഹജ്ജിലെ പ്രധാന അതായിട്ടില്ല. തുടക്കം നിയത്തായി ഇറാമായി പിന്നത്തുള്ള ഫർളതാണ്. അപ്പോ ഈ വെള്ളിയാഴ്ച ചൊല്ലത് ഹജ്ജുൽ ഫുഖറായി വൽ മസാകിൻ, പാവപ്പെട്ട ആൾമാരെ ഹജ്ജ്. പിന്നെ മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത ഹജ്ജ്, ലോകത്തിലെ എല്ലാ ആൾമാരും ഒരുമിച്ച് കൂടി ഹജ്ജ്. വെള്ളിയാഴ്ച ഞങ്ങൾ ജുമ എന്നുള്ളതോ 6 ആയത്തെ ആൾമാർ ഒരുമിച്ച് കൂടിയിട്ട് ഹജ്ജ്. അപ്പൊ വെള്ളിയാഴ്ച ഹജ്ജുൽ ഫുഖറായി വൽ മസാകിൻ, മിസ്കിന്മാരും പാവപ്പെട്ട ആൾമാർ ഹജ്ജ്. വാർത്തിൽ തിങ്കളിൽ നിങ്ങൾക്ക് 4 ഹജ്ജ് കിട്ടില്ലേ. അപ്പൊ ദുനിയാവിൽ നിങ്ങൾക്ക് ഇബാദത്തെടുക്കുള്ള അവസരല്ലേ, നിങ്ങൾക്ക് സന്തോഷല്ലേ. മരിച്ചെങ്കിൽ ഇബാദത്ത് ചെയ്തല്ലേ, മരിച്ചെങ്കിൽ പിന്നെ നിസ്കാരം നോമ്പ് അങ്ങനത്തൊന്നും ഫർളില്ലല്ലോ. നിങ്ങൾക്ക് ദുനിയാവിൽ കിടങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല അവസരമുണ്ട്. ഏത് ജുമാ വെള്ളിയാഴ്ച, അത് ഹജ്ജ്, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത പോലെ ആയിട്ടിരിക്കുന്നത്. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ നാലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ആയിരിക്കുന്നത്. കാരണം ആദം നബി അലൈഹി സ്വലാമിന്റെ സൃഷ്ടിച്ച നാല്, ആദം നബി അലൈഹി സ്വലാമിന്റെ ഭൂമി ഇറക്കിയ നാല്, ഇങ്ങനെ പല ശ്രേഷ്ഠതയും വെള്ളിയാഴ്ചകളുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച അള്ളാഹു തആല ഞങ്ങൾക്ക് വാറത്തിൽ ഒരു നേതാവാക്കി വെച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു ജുമാൻ ചൊല്ലിയത് അത് വലിയ മഹത്വമുള്ളത്, ബഹുമാനമുള്ളത്. അപ്പൊ അതിലെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കണം. വെള്ളിയാഴ്ച 4 തന്നെ മഹത്വമുണ്ട്. മുന്നാൽ തന്നെ മഗ്രിബിനെ പിടിച്ചിട്ട് പിറ്റാന്ന് മഗ്രിബ് തോലായിട്ട് ഇത് വെള്ളിയാഴ്ച എന്നുള്ളത്. അപ്പൊ 4 വെള്ളിയാഴ്ചെങ്കിൽ മുന്നാൽ തന്നെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ തന്നെ കുല്യായുൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിൽ ഓതാം, 2-ാമത്തെ റക്അത്തിൽ ഖുൽ അല്ലാഹു അഹദ്. അന്റെ ഇശാക്ക് പ്രത്യേക സുന്നത്തുണ്ട്, അന്നത്തെ സുബൈക്ക് പ്രത്യേക സൂറത്ത് സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച ഉണ്ട്. വെള്ളിയാഴ്ച അസർ നിസ്കരിച്ചിട്ടാണെങ്കിലോ ദുആക്ക് ഉത്തരമുള്ള സമയം അല്ലേ. വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷമുള്ള സമയം ചൊല്ലത് ഭയങ്കരമായൊരു സമയമായിരിക്കുന്നത്. ചില മഹാന്മാരൊക്കെ അസർ നിസ്കരിച്ച് പള്ളിയിൽ പോയൊന്നുമില്ല, മകനിക്ക് പോയി അള്ളാഹുറത്തിൽ ദ്വാരത്തിൽ മാത്രം ശുദ്ധനായിരുന്നു.
അപ്പോൾ വെള്ളിയാസം ചൊല്ലത് വളരെ മഹത്വമുള്ള ഒരു നാള്, വളരെ ശ്രേഷ്ഠമായ ഒരു നാള്. പക്ഷെ ഞങ്ങളെ കയ്യിലുണ്ട്, അതിലെ ബലം ഞങ്ങൾക്ക് കൊണ്ടില്ലേ. മരിച്ച ആൾമാർ വിളിച്ചു ചെന്നത് എങ്ങനെ തൂബാലക്കും, നീക്ക് വലിയ സന്തോഷ. എന്തേ തഹുജൂന ഈന തഹുജൂന ഫി ശഹരി 4 മറാത്ത്, നിങ്ങൾ 4 വട്ടം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്തത് എന്നുള്ളത് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ 5 വെള്ളിയാസം കിട്ടും. അപ്പോൾ ഏതായാലും 4 വെള്ളിയാസം ഉറപ്പല്ലേ. അപ്പോൾ വാർത്തയിൽ ഒരു വെള്ളിയാസം ചൊല്ല് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളെ ഹജ്ജിലെ സന്ദർഭത്തിൽ ഇബാദത്ത് ഞങ്ങൾ കൂടുതലായി ചെയ്യുന്നതാണ്. അതുകൊണ്ടായിട്ട് വെള്ളിയാസം ചൊല്ലതില് എല്ലാ സാധാരണ ഇപ്പം എന്തായാലും ജുമാ ഖുതുബ തുടങ്ങിയാൽ പിന്നല്ല എത്തേണ്ടത്. ജുമാ ഖുതുബത്ത് പിന്നെ എത്തിയ അവനക്ക് വെള്ളിയാസ വന്നതായിട്ട് ഒരിക്കലും അവൻ്റെ ലിസ്റ്റിൽ പെടുത്തില്ല. ഖുതുബ തുടങ്ങിയാൽ പിന്നെ അവന് വെള്ളിയാസ പള്ളിക്ക് വന്ന കൂട്ടത്തിൽ അവനില്ല. മലക്ക് അവൻ്റെ പേര് രജിസ്റ്റർ ആക്കില്ല, അവനക്ക് ഐഡിയ ഇല്ല. വെള്ളിയാസ ഖുതുബ ഇമാം ഇറങ്ങിടേക്ക് മുന്നലായിട്ട്, അതായത് ഇമാം പർത്തിലേക്ക് മുന്നലായിട്ട് എത്തുന്നുണ്ട്. ഏനാ ഇമാം ഖുതുബത്ത് പറ്റിയം കണ്ടെങ്കിൽ മലക്കും അവിടെ പേര് ബന്ധങ്ങളെ പേര് രജിസ്റ്റർ ആക്കാൻ അങ്ങനെയൊക്കില്ല. അങ്ങനെ ജുമാ ഖുതുബത്തിൽ അങ്ങ് ജുമാത്ത് ഭാഗവഹിച്ചത് മരിച്ച ആൾമാർ വരെ ഞങ്ങൾക്ക് തന്നൊരു സന്തോഷം. അതിന് നിങ്ങൾക്ക് വലിയ സന്തോഷമുള്ളത് നിങ്ങൾക്ക് വാർത്തയിലൊരു ഹജ്ജ് നിങ്ങൾക്കില്ല എന്നുള്ളത്. അപ്പം അതിൻ്റെ മഹത്വവും ബഹുമാനം ഞങ്ങൾ മനസ്സിലാക്കണം. ജുമാഅത്ത് വെള്ളിയാസ നാളിലെ തന്നെ ബഹുമാനിക്കണം. എങ്ങനെ നാളിലെ ബഹുമാനിക്കലേ? വെള്ളിയാസലുണ്ട് മഗ്‌രിബ് അണ്ടത്തെ പിറ്റാന് മഗ്‌രിബത്തോളം ഇബാദത്തിലായി സമയം ചെലവാക്കേണ്ട സമയം. അപ്പം അത് ചില ആൾമാർ വെള്ളിയാസരണ്ട് ഗമ്മത്താക്കാറ് അങ്ങനെ ചൊല്ലേന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചില ആൾമാർ ചൊല്ലുന്ന കേട്ട വെള്ളിയാസരണ്ട് ഗമ്മത്താക്കിയെങ്കിൽ ഇറച്ചിയുടെ കറി എല്ലാം പേരെന്ത് കോലിക്കറി ഇതെല്ലാം ഗമ്മത്താക്കിയാണ് ഒരു വാരം റിസ്ക് കൊറടിയാവുള്ള എന്നുള്ളത്. അപ്പോൾ അത് തപ്പും ചൊല്ലല്ല. നല്ല നാളല്ല നമുക്ക് പിന്നെ ഈ മക്കൾക്കെല്ലാം ഭക്ഷണത്തിൽ വിശാലത ചെയ്ത് കൊടുക്കുക നല്ല കാര്യം തന്നെയായിട്ട്, അത് തെറ്റും ചൊല്ലല്ല. അപ്പോൾ അണ്ട് എന്ത് റിസ്ക് ഞങ്ങൾ മക്കൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയായിട്ടെങ്കിൽ ഒരു വാരത്തിൽ ഞങ്ങൾക്ക് എന്തും കൊറടിയാവില്ല. ഇതിപ്പോൾ ഞങ്ങൾ തിന്നയുടെ വിഷയത്തിലായിട്ട് എന്നാൽ ഇബാദത്തിൻ്റെ വിഷയത്തിലും ഇതുപോലെ തന്നെയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അണ്ട് കൂടുതൽ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ വാരത്തിൽ കൂടുതലായി ഇബാദത്ത് ചെയ്യുമ്പോൾ സാധിക്കരുത്. അതേ സമയത്ത് ആ വെള്ളിയാസരണ്ട് ഞങ്ങൾ ഇബാദത്തിൽ ധന്യമാക്കിയെങ്കിൽ ഒരു വാരം ഞങ്ങൾക്ക് ഇബാദത്ത് കുറടിയാവില്ല. വെള്ളിയാസരണ്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാരം വെള്ളിയാസരണ്ട് ഞങ്ങൾ എല്ലാ 5 വക്ത് ഞങ്ങൾ ജമാഅത്ത് ശരിയെങ്കിൽ ഒരു വാർത്തും ഞങ്ങൾക്ക് ഇമാം ജമാഅത്ത് 5 വക്ത് കിട്ടും. വെള്ളിയാസരണ്ട് സുബൈ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തായിട്ട് ഇനി ഒരു വാരം ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഇപ്പോൾ ചോറിലൂടെ എന്നങ്ങ് അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിന്ന് അവിടെ അങ്ങനെയും വേണ്ടി. അപ്പോൾ ജുമാ നാൾ വളരെ ശ്രേഷ്ഠമായ നാൾ, ബഹുമാനമുള്ള നാൾ, മഹത്വമുള്ള നാൾ. അള്ളാഹു അത് ഞങ്ങൾക്ക് തന്നത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ, ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.